നമുക്കിങ്ങനെ ഇടയ്ക്ക് SMS ഇതൊക്കെ വരില്ലേ വാട്സപ്പിൽ, മറ്റേ നിങ്ങൾക്ക് ഇത്ര റുപ്യയുടെ ലോട്ടറി ഇതായിട്ടുണ്ട്, അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇത്ര പൈസ അയച്ച്, അതിൽ പെടുന്ന എത്ര ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ അടുത്ത് എനിക്ക് ഇതേമാതിരി ഒരു മെസ്സേജ് വന്നു വാട്സപ്പിൽ. ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സാമാന്യമായിട്ട് വാട്സപ്പിൽ ആരും മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യുന്നത്, സേവ്ഡ് നമ്പറാണെങ്കിലും സേവ് ചെയ്യാത്ത നമ്പറാണെങ്കിലും റിപ്ലൈ അയക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഹായ് ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഗുഡ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പുള്ളി ഇൻട്രൊഡ്യൂസ് നൈസ് ടു മീറ്റ് യു, ഐ ആം എന്താണ് അനയ് കുമാർ, ഐ ഹാവ് സം ഇമ്പോർട്ടൻറ്റ് ഇൻഫോ ടു ഷെയർ, ക്യാൻ വി ചാറ്റ് ബ്രീഫ്ലി, ഗുഡ് ടെൽ മീ എന്ന് പറയുന്നു. അപ്പോൾ അയാൾ വി പ്രൊമോട്ട് റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഹോട്ടൽസ് ഇൻ ഇന്ത്യ ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് ആർ സീക്കിംഗ് പാർട്ട്നേഴ്സ് ടു ഹെൽപ്പ് റേറ്റ് ദിസ് ബിസിനസ് and we pay salary for them. Your role is rate and comment on Google Maps for 150 rupees each. You can earn 5,000 to 10,000 rupees daily. You can earn 5,000 to 10,000 rupees daily in just few minutes. Okay? എന്നാണ് പുള്ളി. സാമാന്യമായിട്ട് ഒരാൾ ആകർഷിക്കപ്പെടാവുന്നതല്ലേ, ഗൂഗിൾ മാപ്പ് പോയിട്ട് നമ്മൾ കമൻറ്റ് ചെയ്താൽ മതി, റേറ്റ് ചെയ്യാൻ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പോൾ അയാളുടെ അടുത്ത ചോദ്യം, യു ഹാവ് ഓൾ ദ ഡീറ്റെയിൽസ് ആൻഡ് യു നോ ഹൗ യു ക്യാൻ ഏൺ, സോ വൈ ഡു യു സേ നോ? ഞങ്ങൾക്ക് മറുപടി വെച്ചാൽ ഐ ഡോണ്ട് വാണ്ട് മണി. ഐ ഡോണ്ട് വാണ്ട് മണി. ഷുഡ് ഐ സെൻഡ് എ ട്രയൽ ടാസ്ക് ടു ട്രൈ? വി വിൽ പേ 150 rupees for it. Okay? Try somebody else. അപ്പോൾ അയാളുടെ അടുത്ത സൈദ്ധാന്തികമായ ചോദ്യമാണ്, വി ഹാവ് വൈ ട്രൈ സംബഡി എൽസ് എന്ന് ഞാൻ മറുപടി ആക്കുമ്പോൾ, വൈ സംവൺ എൽസ്, ആർ യു ഓൾസോ നോട്ട് സംവൺ എൽസ്? ഭയങ്കര ഫിലോസഫിക്കലായ ചോദ്യമാണല്ലോ. സംബഡി എൽസ്. ഞാനിത് വോട്ടാണെന്ന് മനസ്സിലാക്കിയത് ഹിന്ദിയിൽ തെറി പറയും. ഹിന്ദിയിൽ തെറി പറയുമ്പോൾ ഇവർ പറയും പ്ലീസ് ഡോണ്ട് മിസ്ബിഹേവ്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. പിന്നെ അടുത്ത തെറി പറയുമ്പോൾ ഇത് തന്നെ പറഞ്ഞോണ്ടി ഇയാളോ ഈ പറയുന്ന ബോട്ടോ ഒരു ദിവസം എത്ര ആൾക്ക് മെസ്സേജ് ഉണ്ടാവും? ഒരു 100 ആൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോക്കൂ 70 ആൾ 80 ആളും ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആയില്ല, അല്ലെങ്കിൽ 30 ആൾ കിട്ടിയാൽ ലാഭമല്ലേ? 30 ആൾ കിട്ടിയാൽ തന്നെ ലാഭമല്ലേ? ഇത് നമ്മൾ ഈ പറയുന്ന സ്കൂട്ടർ ബിസിനസ് എന്തുകൊണ്ടാണ് നാം അറിയുന്നത്? അതിൻ്റെ ഒരു വോള്യം, അതിൻ്റെ എന്താണ് ബ്രെഡ്ത്ത്, കാസർഗോഡ് പാറശാല മുതൽ മഞ്ചേശ്വരം വരെ നീണ്ടെടുക്കുകയാണ്. സർവ്വ രാഷ്ട്രീയ പാർട്ടിക്കാരും നേതാക്കന്മാരും ജസ്റ്റിസുമാരും ഈ ജസ്റ്റിസ് എന്താ മുനമ്പം വിഷയത്തിൽ എൻ്റെ പേരിലാണ് എന്നെ കുടിക്കുക എന്ന് പറയുന്നത്. മുനമ്പ് തമ്മിൽ എന്നാ ബന്ധം? അപ്പോൾ ഇങ്ങനെ ഇതായതുകൊണ്ട് നമ്മൾ അറിയുന്നത്, ഇതായതുകൊണ്ട് നമ്മൾ അല്ലാതെ എല്ലാ ദിവസവും ഈ മറ്റുള്ള തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തട്ടിപ്പ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബില്യൺ കണക്കിന് ഡോളർ എല്ലാ ദിവസവും മാറി മാറിയുന്ന ഇൻഡസ്ട്രിയാണ്. അതിൽ ഒരുപാട് ആൾ നമുക്കറിയുന്നതും അറിയാത്തവരുമായിട്ടുള്ള ആളുകൾ ദിനേന പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലതിങ്ങനെ പുറത്ത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. തട്ടിപ്പിനൊക്കെ ഫ്രീക്ക് വേറെ ഇൻഡസ്ട്രി. അപ്പോൾ ഇതാണ് ഇതിൽ പെടുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഇപ്പം എന്താണ് ആർത്തി കൊണ്ട് പെടുന്ന നമ്മൾ വിചാരിക്കുകയോ ചെയ്യരുത് കേട്ടോ. പ്രയാസപ്പെടുന്ന മനുഷ്യർ, ഇപ്പം ഇന്നലെ നമ്മൾ അനീസ് റിപ്പോർട്ട് ചെയ്തില്ലേ, വയനാട്ടിൽ ഒരു സ്ത്രീ മറ്റേ ഇതിൽ സ്കൂട്ടർ നശിച്ചു പോയി, അവർക്ക് വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ട് അവരുള്ള കാശ് വെച്ചിട്ടാണ് അവരുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകണം. ഈ സ്കൂട്ടർ വേണം, കഷ്ടപ്പെട്ട് സ്വരൂപിച്ചാണ് ഈ പൈസ കൊടുക്കുന്നത്. മുണ്ടക്കയിൽ ഒരുപാട് പെട്ടു. അയ്യോ സ്കൂട്ടറും ഇല്ല, പൈസ ഇല്ലാണ്ടായി പോയി. ഇങ്ങനെ പ്രയാസപ്പെടുന്ന മനുഷ്യർ ഇതിൽ പെടുന്നുണ്ട്. പക്ഷെ ഇതിൽ വെച്ചാൽ അതിനൊരു ടെംപ്റ്റേഷൻ എന്ന് വെച്ചാൽ ഓസിക്ക് കിട്ടിയാൽ ആസിഡ് മേടിക്കാം എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ഓസിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗജന്യം ഉണ്ടെങ്കിൽ ട്രൈ എന്നുള്ള ആ വിചാരം കൊണ്ട് നടക്കുന്നവരാണ് ഇവർ ഹുക്ക് ചെയ്യുന്നത്. ഇതിലും എന്താ പറയുക, ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണുള്ളൂ. പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ ആർക്കും ഈ പറഞ്ഞവർ കോർപ്പറേറ്റ് ലോ അറിയാവുന്ന ആളുകൾക്ക് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ കോമൺ സെൻസ് ഇസ് നോട്ട് സോ കോമൺ എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അല്ല എന്താ പറയുക.